നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനു മേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ. ദൈവം തൻ്റെ വലതുകരത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ. മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3 സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. ഈ ദേശങ്ങളിലുള്ള ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗവൺമെന്റ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ 3 സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നു വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു വലിയ ദൈവവിളി നൽകിയിരിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ദൈവവിളി. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിന് സമാധാനവും ഐശ്വര്യവും ഉയർച്ചയുമാണ്. അതിന് ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ നമ്മുടെ നാടിൻ്റെ മേൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മേൽ വന്ന് നിറയട്ടെ. നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും സമാധാനത്തിലും ഐശ്വര്യത്തിലും സമ്പൽ സമൃദ്ധിയിലേക്കും ഉയരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ദൈവം ശക്തമായി ഇടപെടുകയും നമ്മുടെ രാജ്യത്തെ എല്ലാ തിന്മകളും, ദാരിദ്ര്യവും, കഷ്ടപ്പാടുകളും, അസഹിഷ്ണുതകളും, മണ്ണിൽ വക്കൽവാദങ്ങളും, സ്വതന്ത്രരാഷ്ട്ര ചിന്താഗതികളും നമ്മുടെ രാജ്യത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ നിഷ്കളങ്കതയോടെ, എളിമയോടെ, വിശുദ്ധിയോടെ ദൈവത്തിങ്കിലേക്ക് ഉയരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ രാജ്യത്ത് മാറാ രോഗങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കും. നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ സഹിഷ്ണുതയുമെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയൊരു അഭിഷേകം നമ്മുടെ രാജ്യത്തിന് ലഭിക്കട്ടെ. പുതിയൊരു ഊർജം നമ്മുടെ രാജ്യത്തിന് ലഭിക്കട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പരസ്പരം സ്നേഹത്തോടെയും ഒരു ഇന്ത്യ, ഒരു രാജ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ദൈവത്തിൻ്റെ കരുണയാണ് ഏത് രാജ്യത്തും സമാധാനം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ രാജ്യങ്ങളെയും ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ രാജ്യത്തിൻ്റെ മേൽ പതിക്കട്ടെ. നമ്മുടെ രാജ്യം ഉയരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ നിൻ വിശുദ്ധി സ്നേഹിക്കുന്ന ഈശോയെ, ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കഴിയുന്ന അനേകം മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. വ്യത്യസ്തമായ സംസ്കാരത്തിൽ വളരുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ എന്ന സംസ്ഥാനങ്ങളിലെ ഏറ്റവും അങ്ങയുടെ ഇഷ്ടപ്പെട്ട മക്കളായ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. അവരിലേക്ക് യേശുവിൻ്റെ സമാധാനവും സന്തോഷവും ഒഴുകട്ടെ. അവർ എത്രയും നല്ല ജീവിതം കാഴ്ചവെക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവൻ്റെ ഒരു സമൃദ്ധി അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈശോയെ, അവരെല്ലാവരും നിൻ്റെ വെളിപ്പെടുത്തൽ, നിൻ്റെ സ്നേഹം, നിൻ്റെ ആഴമായ സ്നേഹാനുഭവം അവർക്ക് ലഭിക്കാനിടയാകട്ടെ. അവരുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ സമാധാനവും സന്തോഷവും ഒഴുകട്ടെ. ഇവിടുത്തെ ഭരണാധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും ഈശോയുടെ സമാധാനവും സന്തോഷവും നല്ല ജീവിത രീതിയിൽ ജീവിക്കാനായിട്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. അമൂല്യമായ തിരുരക്തം നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, എല്ലാ ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും സന്യസ്തരെയും സഭാവിശ്വാസികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്താലെ സകല മക്കളിലെയും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശക്തി കർത്താവെ നിന്റെ മക്കളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും കർത്താവെ അങ്ങേക്ക് വേണ്ടി ഓടുവാനും പ്രവർത്തിക്കുവാനും വിശുദ്ധിയിലായിരിക്കുവാനും പരിശുദ്ധാത്മാവെ നിന്റെ മക്കളെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന.
യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. രാജാതിരാജനായ ഈശോയെ തൻ്റെ ജനത്തെ നീതിപൂർവം നയിക്കുന്നതിനും നേർവഴി നയിക്കുന്നതിനുമായി സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ സോളമന് ദൈവിക ജ്ഞാനം നൽകിയതുപോലെ തന്നെ മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ ദൈവിക ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ജനങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ ഭരണാധികാരികളിലും നൽകി അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവശക്തി, ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോരുത്തരും നൽകി അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ. ന്യായമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് എല്ലാ മക്കളോടും ഈശോയെ സ്നേഹത്തോടു കൂടി വർത്തിക്കുന്നതിനു വേണ്ടി എല്ലാ അധികാരികളെയും പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈ സമയങ്ങളിലെ എല്ലാ അധികാരികളിലും, അവിടുത്തെ ഗവർണറിലും മുഖ്യമന്ത്രിയിലും മറ്റെല്ലാ അധികാരികളിലും ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് അവരെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ആദിമാതാപിതാക്കന്മാരെ സൃഷ്ടിച്ച് ആദിമ കുടുംബത്തിന് രൂപം കൊടുത്ത നല്ലവനായ പിതാവേ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വിശുദ്ധരായ മക്കൾക്ക് ജന്മം നൽകുവാൻ എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ഗർഭഛിദ്രം തുടങ്ങിയുള്ള എല്ലാ തിന്മകളും ഈ കുടുംബങ്ങളിൽ നിന്ന് അകന്നുപോയി നല്ല ദൈവഭക്തിയുള്ള കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഇവിടെയുള്ള എല്ലാ കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ എല്ലാ കുട്ടികളെയും അനുഗ്രഹിക്കണമേ. യുവജനങ്ങളെ ദൈവിക തീഷ്ണത കൊടുത്ത് അനുഗ്രഹിക്കണമേ. നാടിനും നാട്ടുകാർക്കും നല്ല മാതൃക നൽകുന്ന യുവജനങ്ങളായി വളർന്നു വരുന്നതിന് വേണ്ടി ഈശോയെ പ്രത്യേകമായിട്ട് കുടുംബങ്ങളെ, ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അവിടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്നും ജീവിക്കുന്ന ദൈവമേ, യുഗാന്ത്യം വരെ ഞങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തവനെ, ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും അവിടെ അധിവസിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ജനത്തിനു മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഈ ദേശത്ത് അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വീണ്ടും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ അസമാധാനത്തിൻ്റെ കാര്യങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേകം
നാനാജാതി മതസ്ഥരും നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിയേറെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ശക്തി നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി സംസ്ഥാനങ്ങളിലെ സഭാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. വൈദികരെ, സന്യസ്തരെ, ആത്മായരെ സമർപ്പിക്കുന്നു. കർത്താവെ, സ്നേഹത്തിലും ഐക്യത്തിലും കർത്താവെ നിനക്ക് വേണ്ടി വില ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവെ നിന്റെ മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി നയിക്കണേ. ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും മുഴുവൻ കർത്തൃത്വം യേശുവെ നീ ഏറ്റെടുക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. അവിടെ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാവരും അനുഭവിക്കട്ടെ. അവരുടെ വരും കാലങ്ങളിൽ, അവരുടെ ജീവിതങ്ങളിൽ ഈശോയുടെ സമൃദ്ധി അവരെല്ലാവരും അനുഭവിക്കട്ടെ. അവർക്കെല്ലാവർക്കും ഈശോയുടെ സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കാനും വലിയ ഒരു മാറ്റവും അവിടെ വലിയൊരു വികസനങ്ങളും എല്ലാം ഉണ്ടാകാനിടയാകട്ടെ. അവിടുത്തെ സംസ്ഥാനങ്ങളെല്ലാം യേശുവിൻ്റെ സമാധാനത്തിൽ വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും വിമല ഹൃദയത്തിന് പ്രത്യേകമായ രീതിയിൽ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമലോത്ഭവ മാതാവേ, എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ഈ നിമിഷം ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് ഓരോരുത്തരും ഓരോ പുഷ്പങ്ങൾ അമ്മയുടെ സവിധത്തിൽ കാഴ്ചവെക്കുന്നു. ഈ നിമിഷം അതുപോലെ തന്നെ സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറായ ഫാദർ ധീരജ് സാബു അദ്ദേഹം ഇവിടെ വരികയും ഈ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ കിരീടം കാഴ്ചവെച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിക്കുകയും ചെയ്യുന്നു. തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, നിന്റെ
എൻ്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച 3 സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ജനങ്ങളെയും നമുക്ക് സ്നേഹപൂർവ്വം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതേപോലെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, ഈ പ്രാർത്ഥനയിൽ ചേർന്ന എല്ലാവരിലും കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനായജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. 9506722084 സ്വാന്തന കമ്മ്യൂണിറ്റി.